കുടുംബത്തിന്റെ സുഹൃതം നിശേഷം ക്ഷയിച്ചു പോയിട്ടില്ല. അതാണ് ഇപ്പോഴെങ്കിലും രുക്മയ്ക്ക് കല്യാണാലോചന വന്നത്. അയാൾ സീതനം ചോദിക്കുന്നില്ല. ഇഷ്ടം പോലെ സ്വത്തുണ്ട്. എന്തായാലും ഉടനെ നടത്തണം. എനിക്ക് അല്പം മനപ്രയാസമുണ്ട്. അതാണ് രുക്മയുടെ അഭിപ്രായം കൂടി അറിയട്ടെ എന്ന് വെച്ചത്. രാമ, പെൺകുട്ടിയുടെ അഭിപ്രായം ചോദിച്ച് കല്യാണം തീരുമാനിക്കുന്നത് എവിടുത്തെ പതിവാണ്? വയസ്സറിയിക്കും മുമ്പേ പെൺകുട്ടികളുടെ കന്യാദാനം നടത്താനോ കഴിഞ്ഞില്ല. ഇതെങ്കിലും ഉടനെ നടത്തിയേ വേണ്ടൂ. ബപ്പ എന്നോട് വരാൻ പറഞ്ഞോ? നിനക്കൊരു കല്യാണാലോചന വന്നിരിക്കുന്നു. ഗോത്രമൊക്കെ കൊള്ളാം, പണക്കാരനുമാണ്, സ്ത്രീധനം ചോദിക്കുന്നുമില്ല, ചേർത്തലയുള്ള ഒരു ഭട്ടുമാമു. കൊങ്ങണ ബ്രാഹ്മണരുടെ പുരോഹിതൻ എന്ന് വെച്ചാൽ വലിയ പദവിയല്ലേ? പക്ഷേ പ്രായം അല്പം കൂടുതലാണ്. 60 വയസ്സ് അത്ര വലിയ പ്രായമൊന്നുമല്ല. രുക്മയ്ക്ക് 24 പ്രായം അത്ര കാര്യമാക്കാനില്ല. നമ്മുടെ ഇടയിൽ പതിവുള്ളതാണല്ലോ. പക്ഷേ മൂന്നാമത്തെ കല്യാണമായതുകൊണ്ടൊരു പപ്പയ്ക്ക് പണശേഷിയില്ലെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ അനിയത്തിക്കും പ്രായമായിരിക്കുന്നു. കാൽ കാശ് ശ്രീധരം കൊടുക്കാൻ ബാപ്പയെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്റെ മോൾ എതിരൊന്നും പറയരുത്. നാളെ നിന്നെ കാണാൻ, നിശ്ചയതാമ്പൂലത്തിന്റെ ദിവസം ഉറപ്പിക്കാൻ ഭട്ടുമാമു ഇവിടെ വരും. മോക്ക് നല്ലത് വരും. എന്റെ മോള് സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോയി വിളക്ക് വെച്ച് തൊഴണം. രുക്മി, കുറച്ചു നാളായി രുക്മിയോട് കാര്യം സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. അവസരം കിട്ടാറില്ല. ഇപ്പൊ സംസാരിക്കണം. എന്താണ്? രുക്മ സുന്ദരിയാണ്. സുന്ദരിയായ ഒരു പെണ്ണിനോട് ഒരു ചെറുപ്പക്കാരന് തോന്നാവുന്ന വികാരത്തെ പറ്റിയാണ്. ഇങ്ങനെയൊന്നും എന്നോട് പറയരുതേ. ഞാനൊരു പാവപ്പെട്ട ബ്രാഹ്മണ സ്ത്രീയാണ്. ഞാൻ ബ്രാഹ്മണനല്ലെങ്കിലും ഹിന്ദുവാണ്. എനിക്ക് രുക്മയെ സ്നേഹിച്ചൂടെ? വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചൂടെ? ഞാൻ പോകുന്നു. രുക്മ, സീമന്തിനി. രുക്മേ, എന്റെ കല്യാണം ഉറച്ചു. അടുത്ത വ്യാഴാഴ്ചയാണ് നിശ്ചയതാമ്പൂലം. നീ അറിഞ്ഞോ? ഇല്ല. മട്ടാഞ്ചേരിയിലാണ് പയ്യന്റെ വീട്. കോളേജിൽ പഠിക്കുകയാണ്. ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. കാണാൻ എങ്ങനെയാ? ഞാൻ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയില്ല. എന്നാലും കാണാൻ കൊള്ളാം. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ? പിന്നല്ലാതെ. എന്നാ കല്യാണം? കല്യാണം 5-6 മാസം കഴിഞ്ഞേ ഉള്ളൂ. പുള്ളിക്കാരന്റെ അമ്മയ്ക്ക് ഇത് 9ാം മാസമാണ് പോലും. അമ്മയുടെ പ്രസവം കഴിഞ്ഞ് 90 കഴിയാതെ കല്യാണം നടത്തുന്നത് ശരിയല്ലെന്നാണ് കൂടെ വന്നയാൾ പറഞ്ഞത്. ഞാൻ പോട്ടെ. ക്ഷേത്രത്തിൽ പോയതാണ്. സമയം കൂടുതലായി. നിശ്ചയതാമ്പൂലത്തിന് നീ വരണം. വന്നാട്ടെ. ഷേണായി, എന്നോട് വലിയ ഭവ്യതയൊന്നും കാട്ടണ്ട. ഷേണായി ചെറുപ്പമാണെങ്കിലും എന്റെ അമ്മായിയപ്പനാകാൻ പോകുന്ന ആളല്ലേ? അല്ലേ വെങ്കട? ശരിയാണ്. എന്നാലും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണ്ടേ? അതെ, കയറിയിരുന്നാട്ടെ.
എന്തിനാ വന്നത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. താനേതാ? ഞാനിവിടെ അടുത്താണ്. നിങ്ങൾ ഇരിക്കുന്ന ഈ കസേരയും മേശയും നമ്മുടെ കമ്മത്തമോലുള്ള വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാൻ രുക്മയുടെ ബപ്പ പറഞ്ഞു. ഞാനത് കൊണ്ടുവന്നതാ. നിങ്ങൾ എണീറ്റ് പോയിട്ട് വേണം എനിക്കിത് തിരിച്ചു കൊടുക്കാൻ. അതിരിക്കട്ടെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ചേർത്തലുണ്ട്. ഷേണായിയുടെ മൂത്ത മകൾക്ക് ഒരു കല്യാണാലോചന. അയ്യോ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഒന്ന് ചുമന്നുകൊണ്ട് വരില്ലായിരുന്നല്ലോ. ആർക്കാ കല്യാണം? എനിക്ക് തന്നെ. നാളമില്ലേ തനിക്ക്? ഈ വയസ്സുകാലത്ത് തനിക്ക് എന്തിനാണ് കല്യാണം? അധികം പ്രസംഗി. എന്താണ് ഇത്ര മടി? ഓർക്കപ്പുറത്ത് കിട്ടിയ ഭാഗ്യമാ. ദാരിദ്ര്യം കൂടാതെ നിനക്ക് ജീവിക്കാം. അങ്ങോട്ട് ചെല്ല്. മോക്ക് നല്ലത് വരും. അപ്പുറത്തേക്ക് ചെല്ലേ. ചെല്ലു ചേച്ചി. വേഗം വരൂ മോളെ. ചെല്ലു മോളെ. പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അവളെ ഒന്ന് കാണണ്ടേ? നിർബന്ധമില്ല. പെണ്ണിന്റെ സൗന്ദര്യം എനിക്കൊരു കാര്യമല്ല. ഒരാൺസുണ്ടത് ജനിക്കണം, അത്ര മാത്രം. അത് സാധിക്കും. കാപ്പി അങ്ങോട്ട് കൊടുക്കും മോളെ. അയാളെ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കട്ടെ. നാരായണപ്പൈ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. സംസാരിച്ചോട്ടെ. എനിക്ക് ഈ കസേര മേശമെല്ലാം തിരിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് എന്റെ പപ്പട കച്ചവടത്തിൽ പോകാൻ. വരൂ. ഷേണായിക്കൊരു വാക്ക് പറയാമായിരുന്നല്ലോ എനിക്ക്. അവന് വിവരമില്ല. അതന്നെ. എന്താ പേര്? രുക്മ. രുക്മ. രുക്മിണി. പേര് രസമായിരിക്കണു. എത്ര വരെ പഠിച്ചു? 5ാം ക്ലാസ്. ഋതുവായപ്പോൾ സ്കൂൾ പഠിത്തം നിർത്തി. പിന്നീട് ഷേണായി പറഞ്ഞു സംസ്കൃതം പഠിപ്പിച്ചു എന്ന്. ആ, അങ്ങനെയാ? സിദ്ധരൂപം പഠിച്ചോ? ശാകുന്തളം പഠിക്കുന്നു. രസികത്തി. അപ്പോൾ ശൃംഗാരമൊക്കെ ഗ്രഹിച്ചിട്ടുണ്ടാവണം. കുട്ടി എങ്ങനെയുണ്ട്? എനിക്കൊരു ആൺസന്താനം ഉണ്ടാവാൻ ഇവൾ ധാരാളം മതി. അപ്പോ നിശ്ചയദാമ്പൂലത്തിന്റെ തീയതി നിശ്ചയിച്ചാ മതി. അടുത്ത ഞായറാഴ്ചയാകാം. ആയിക്കോട്ടെ.